ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് എൻ്റെ പ്രാവുകളെയൊക്കെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് ഗൈസ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അതുകൊണ്ട് ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മുഗി വരുന്നുണ്ട് ഗൈസ്. എന്നിട്ട് ഇതാണ് ഡാഡി. ഇത് പ്രായമുള്ളൊരു മുഗിയാണ് ഗൈസ്. ഡാഡി എന്നാണ് ഞാൻ പേരിട്ടേക്കുന്നത്. അതിൻ്റെ കുഞ്ഞാണ് അത്. അതിനകത്ത് ഇപ്പോൾ ഗോതമ്പ് തിന്നുന്നത്. അത്യാവശ്യം നല്ലൊരു മെയിലായിരുന്നു ഗൈസ്. അത് പ്രായമായി ഇപ്പോൾ ചാകാറായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വേറെ വന്നിട്ടുണ്ട്. മുഗി അത് ഇത് സിൽവർ കളറിലെ ഒരു മുഗിയാണ് ഗൈസ്, ഗ്രേ കളറിലെ. പിന്നെ ഒരു ലാഗോറിയും ബ്ലൂ ബാറും മിക്സ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് ഗൈസ്, ക്രോസ്. അടിപൊളി മെയിലാണ് ഗൈസ്. അത് നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്യുന്ന മെയിലാണ് ഗൈസ്. നല്ല പവർഫുള്ളായിട്ടുള്ള മെയിലാണ് ഗൈസ്. ഈ മുഗി മെയിൽ ഏകദേശം ഇപ്പോൾ തീരാറായിട്ടുണ്ട്. അതിനിപ്പോൾ പറക്കാൻ പറ്റത്തില്ല പ്രായമായത് കൊണ്ട്. അതുപോലെ ഇത് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല പ്രായമുള്ളൊരു മെയിലായിരുന്നു ഗൈസ്. പക്ഷേ അത്യാവശ്യം നല്ല മറ്റ് കുഞ്ഞുങ്ങളെയൊക്കെ തരുവാൻ നല്ല ഹൈ ക്വാളിറ്റി മെയിലായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചത്. നല്ല കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും വിറ്റുകയും ചെയ്തു. ചിലത് പിന്നെ പെയറായിട്ട് തീറ്റ തിന്നാൻ വേണ്ടി ഇവിടെ വരും, എന്നിട്ട് പോവുകയും ചെയ്യും. പിന്നെ ഞാനൊന്നും പിടിക്കത്തൊന്നുമില്ല. അവരവരുടെ എല്ലാം ഫ്രീഡത്തിനങ്ങ് വിട്ടേക്കും. ഇപ്പം തന്നെ ഞാൻ കോളനിയായിട്ടാണ് ഞാൻ വളർത്തുന്നത്. എല്ലാം അവരവർ തന്നെ പെയറിനെ കണ്ടുപിടിക്കട്ടെ എന്നുള്ള രീതി. അതുകൊണ്ട് ഇത് അടിപൊളി മെയിലാണ് ഗൈസ്. ഫാൻറ്റയിൽ നല്ല ബിഗ് സൈസ്. ഹെൽത്തി ആണെന്ന് വെച്ചാൽ നല്ല വമ്പ ഹെൽത്തി. പുറത്തൊക്കെ വിട്ട് നല്ല പറന്ന് എടുത്തുമൊക്കെ വെയിറ്റൊന്നും ഓവർ ബൾക്കി അല്ലാത്ത രീതിയിലുള്ള പ്രാവാണ് ഗൈസ്. ഇത് സാൻഡിൽ. ഇതാണ് ഡാഡിയുടെ ഫീമെയിൽ. പക്ഷെ അത് പ്രായം കുറവാണ്, അതാ പ്രശ്നം. മിക്കവാറും അത് ഇപ്പോൾ ഡാഡിയെ ഒഴിവാക്കുന്നുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് മുഗിയെ ഒഴിവാക്കി വേറെ ഏതോ ഇതാണ് നാടൻ പ്രാവിനെയൊക്കെ ക്രോസ് ആക്കാൻ നടക്കുന്നു. അയ്യോ പണിപാളി. ഇപ്പോൾ എല്ലാത്തിൻ്റെ പുറകെ നടക്കുവാണ് ഗൈസ് എൻ്റെ പ്രാവ്. ഇഷ്ടം പോലെ നാടൻ പ്രാവ് ഫീമെയിലൊക്കെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ പുറകെ നടക്കുവാണ്. നാടൻ പ്രാവൊക്കെ തീറ്റ തിന്നാൻ വരുന്നുണ്ട്. പിന്നെ വേറെ എവിടെ നിന്നൊക്കെയോ പ്രാവുകളൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഇഷ്ടം പോലെ വരുന്നുണ്ട്. ചവറ് പോലെ ഇപ്പോൾ പ്രാവുകളെല്ലാം ഉണ്ടായിരുന്ന ചിലതിനെയൊക്കെ ഞാൻ കൊടുത്തു ഗൈസ്. ഇപ്പോൾ നോക്കാൻ തീറ്റ എല്ലാത്തിനും പറ്റുന്നില്ല, തികഞ്ഞ് അങ്ങനൊരു സ്റ്റേജായി. തീറ്റ കിട്ടാകുമ്പോൾ എല്ലാം പല സ്ഥലത്തോട്ടങ്ങ് പോവുകയാണ് ഗൈസ്. അതുകൊണ്ട് ഇപ്പം തീറ്റയൊക്കെ എടുക്കുന്നുണ്ട്. നല്ല ഗോതമ്പാണ് ഗൈസ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടെല്ലാം തീറ്റയൊക്കെ ചെയ്യുന്നുണ്ട്. 2 നേരമാണ് ഞാൻ കൊടുക്കുന്ന തീറ്റ, രാവിലെയും വൈകുന്നേരം. കാരണം നാടൻപ്രാവിൻ്റെ പുറകെ പോകുന്നു. അയ്യോ ഫാൻറ്റയിൽ ക്രോസ് ആക്കാനാ പെർഫോം ചെയ്ത് കാണിക്കുന്നുണ്ടോ ഗൈസ്. അതിനെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഗൈസ്. എൻ്റെ ഇത് ഗായ്സ് ഇതിനകത്ത് വന്നേക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മെയിൽ മുഗിയുണ്ട്, ഈ പ്രായമുള്ളത് ഡാഡി. അതും ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാക്ക് മുഗി ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ മുഗി മെയിലൊന്നുമില്ല ഗൈസ്. മെയിലുണ്ടായിരുന്നെല്ലാം കൊടുത്തു. ഉള്ളത് മൊത്തം ഫീമെയിലാണ് കിടക്കുന്നത്, മൊത്തം മുഗി. അതാണ്. പിന്നെ ഉള്ളതെല്ലാം മെയിൽ ഫാൻറ്റയിലാണ്. ഹെൽത്തി ആയിട്ടോ അത്യാവശ്യം 2 ഉണ്ട് ഫാൻറ്റയിൽ വൈറ്റ്. അത് 2 മെയിലാണ്. മിക്കവാറും എല്ലാത്തിനും വറുത്തുമെന്ന് തോന്നുന്നു. മിക്കവാറും ഫാൻറ്റയിലായിരിക്കും ഇനി ഉണ്ടാകുന്നത് കൂടുതലും. ഇതിനകത്ത് മുഗി ഇനിയും അല്ലെ പിന്നെ ഞാൻ സെപ്പറേറ്റ് ഇട്ട് വളർത്തേണ്ടി വരും മിക്കവാറും. ഇതിപ്പോൾ ഫാൻറ്റയിലാണ്. എല്ലാത്തിനാണ്ട് പേടിപ്പിച്ചു എടുത്തുമൊക്കെ ഇപ്പോൾ മുഗിയുടെ ഫീമെയിലിനെ മൊത്തം അടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഫാൻറ്റയിൽ. ഇവനും കുറഞ്ഞ പുള്ളിയല്ലേ. ഈ ബ്ലൂ ബാറും നമ്മുടെ ലാഗോറി സിറാസ് എന്ന് പറഞ്ഞ പ്രാവായിട്ട് ക്രോസ് മിക്സാണ് ഗൈസ് ആ കുഞ്ഞ്. അടിപൊളി സാധനമാണ് ഗൈസ്. ഹെവി സൈസുള്ളൊരു ഡാഡി ഇപ്പോൾ അയ്യോ ചാറായി. അതിന് നല്ല പ്രായമുണ്ട്. ഞാൻ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല പ്രായമുണ്ട്. നല്ല മെയിലായിക്കൊണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചത് തന്നെ. കുഞ്ഞുങ്ങളെയും കിട്ടി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ പ്രായമായിക്കൊണ്ട് ഇപ്പോൾ പറന്ന് കയറാൻ പറ്റുന്നില്ല. അത്രയും ലെവലായി. എന്നിട്ടും കുഴപ്പമില്ലാതെ ഹെൽത്തി ആയിട്ട് അത്യാവശ്യം ഇരിക്കുന്നുണ്ട്. എന്നിട്ടും കുഴപ്പമില്ലാതെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഫാൻറ്റയിലൊക്കെ നാണ്ട് വേറെ ഫാൻറ്റയിൽ അടയിരിക്കുവാണ് പോയി ചെന്ന്. അതിന് മുട്ടയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഫീമെയിൽ ഒരു മുഗി മുട്ടയിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിരിക്കുവാണ്. തീറ്റ കുറച്ച് നിന്നിട്ട് അങ്ങ് പോകും. വെള്ളം കുടിക്കാൻ പോകുന്നു ഡാഡിയെ ഇനിയും കൊണ്ടുവെക്കണം. ഇനിയും കൂട്ടിനകത്ത് അല്ലെ പൂച്ച പിടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് കറക്കി എടുക്കുന്നുണ്ട് ഡാഡിയുടെ ഫീമെയിലിനെ. ഡാഡി ഇപ്പോൾ നോക്കാതായപ്പോൾ 2 ഫീമെയിലിൻ്റെ പുറകെ നടക്കുക ഡാഡിയുടെ. അതുകൊണ്ട് ഫാൻറ്റയിൽ കറക്കാൻ നോക്കുക. സാൻഡിൽ മുഗി
സാൻഡലിന് പ്രായം കുറവാണ് ഒന്നാമത്തെ കാര്യം. അത് ഏജ് ഡിഫറൻസ് ഉണ്ട്. അതാ ഡാഡി പറക്കാതായപ്പോൾ ഡാഡിക്ക് നോക്കാൻ പറ്റത്തില്ല, കെയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫാൻറ്റയിൽ അങ്ങ് അടുത്ത് കൂടിയൊക്കെ ഫാൻറ്റയിലും പിന്നെ മറ്റേ സിറാസും ലാവൂറും കൂടെ മിക്സുള്ള ബ്ലൂ ബാറും കൂടെ മിക്സായിട്ടുള്ള ആ കുഞ്ഞും കൂടെ ഇതിലാര് കറക്കി എടുക്കുമെന്ന് ആർക്കറിയാം. മിക്കവാറും ഫാൻറ്റയിലായിരിക്കും. ഫാൻറ്റയിൽ നല്ല സൈസും ആരോഗ്യമുണ്ട്. മിക്കവാറും ഫാൻറ്റയിൽ എല്ലാത്തിനും വളർത്തും. മിക്കവാറും ഫാൻറ്റയിലായിരിക്കും ഇറങ്ങുന്നത് ഇനി. ഗായ്സ് മിക്ക ഡാഡി പാവം പറക്കാൻ പറ്റാതിരിക്കും. അറിയുന്ന പോലും ഇല്ല സ്വന്തം ഫീമെയിലിൽ. വേറെ ആൾക്കാരെല്ലാം പുറകെ നടക്കുന്നു, കറക്കിയെടുക്കാൻ നോക്കുന്നു. ചങ്ങാൻ പറക്കാൻ പറ്റുമായിരുന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഫീമെയിലടുത്ത് ആര് വന്നാലും അതിന് കൊത്തിപ്പറിച്ച് ഓടിച്ച് കളയായിരുന്നു. ഇപ്പോൾ പറ്റുന്നില്ല. ഇപ്പം തന്നെ ഈ ഹൈറ്റിൽ ഇങ്ങനെ ചാടി കയറി നിൽക്കും, പിന്നെ പറക്കത്തില്ല, ഇങ്ങനെ നിൽക്കും. പിന്നെ മഴയൊക്കെ ആയിക്കഴിഞ്ഞാലും സാധാ പ്രാവിൻ്റെ കൂട്ടൊന്നുമല്ല, അതിന് അപകടം മനസ്സിലാക്കി അത് തന്നെ വീട്ടിൽ കയറി വരികയൊക്കെ ചെയ്യും. നല്ല ബുദ്ധിയുള്ള പ്രാവാണ് ഗൈസ്. ഇവിടെ എല്ലാം നാടൻ പ്രാവൊക്കെ വന്നിട്ടുണ്ട്. വേറെ മുഖി നാടൻ പ്രാവൊക്കെ കുറേ വന്നിട്ടുണ്ട്. അവിടെ മൂലയ്ക്കും എല്ലാം വീടിൻ്റെ ആ സൈഡിലെല്ലാം ഉണ്ട്. അത് തീറ്റ തിന്നാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ തീറ്റ തിന്നാനും വേറെ പ്രാവിനെ കാണാനും വരുന്നതാണ് ഗൈസ്. ഏതായാലും ഫാൻറ്റയിൽ അടുപ്പിക്കത്തില്ല കൂട്ടിലോട്ട് നാടൻ പ്രാവിന്. പണ്ടൊക്കെ ഫാൻറ്റയിൽ ഇല്ലാത്തപ്പോൾ നാടൻ പ്രാവായിരുന്നു ഞങ്ങൾ കൂട്ടിക്കിടന്ന് കളിക്കുന്നു. പ്രാവും കൂട്ടിക്കിടന്ന് മൊത്തം വേറെ നാടൻ പ്രാവിൻ്റെ പുറകെയൊക്കെ പോകുന്നു. അയ്യോ ഏതിനേലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ. അതിന് ഓൾറെഡി ഒരു ഫീമെയിലുണ്ട്, എന്നിട്ടാ എല്ലാത്തിനും ഭർത്താവ് നടക്കുന്നു. ആണാണ്ട് എല്ലാത്തിനും അതൊക്കെ മുട്ടയിട്ടിരിക്കുന്ന പ്രാവിൻ്റെ പുറകെയൊക്കെ പോകുന്നു. കൊടുക്കാമല്ലോ മിക്കവാറും ഫാൻറ്റയിൽ മാറിക്കഴിഞ്ഞാൽ കൂട്ടിലെ സ്ഥാനം പിടിക്കുന്ന അതാണ് ഗൈസ്. അത് കൂട്ടിക്കയറാൻ നോക്കുന്നു. അതുകൊണ്ട് എല്ലാവരും കൂട്ടിക്കയറും. എന്താ പറ്റിയെന്ന് അറിയത്തില്ല, ചൂട് കൂടിയും കൊണ്ടായിരിക്കും. ചില പ്രാവൊക്കെ ഗൈസ് പറക്കാൻ പോകും ഗൈസ്, പറന്നിട്ട് കുറേ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഇതിപ്പോൾ ഈ കൂടിൻ്റെ ഏരിയ വിട്ട് പോകാത്ത പ്രാവാണ് ഗൈസ്. എല്ലാം കൂടെ വരുമ്പോൾ ഒരു ദിവസം ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം. ഇനിയും കുറേ പ്രാവ് പറന്നു പോയിട്ടുണ്ട്, എന്നുവെച്ചാൽ അത് കുറച്ച് കഴിഞ്ഞേ വരത്തുള്ളൂ. ഇതൊക്കെ ഈ വീടിൻ്റെ ഏരിയ തന്നെ നിൽക്കുന്ന സാധനങ്ങളാണ് ഗൈസ്. ഈ ഫാൻറ്റയിൽ പോലത്തെ ടൈപ്പ് സാധനം ഒത്തിരി ദൂരം പറക്കത്തില്ല. പറഞ്ഞാലും അതിന് അണക്കി കഴിയുമ്പോൾ തിരിച്ചങ്ങ് വരും. കയറാൻ പറയുക, കയറാൻ. അയ്യോ സാൻഡിൽ പ്രാവ് ഇപ്പം കയറും. ഫാൻറ്റയിൽ സൈസ് നല്ല സൈസായിരുന്നു ഗൈസ് ആദ്യം. ഇതിപ്പോൾ പുറത്ത് തുറന്ന് വിട്ട് ഇത് വണ്ണം പോയി. ഇതിൻ്റെ നല്ല ബിഗ് സൈസുള്ള ബൂട്ടൊക്കെ ബിഗ് സൈസുള്ളതാണ്. പക്ഷേ അന്ന് ഹെൽത്തി അല്ലായിരുന്നു. ഇപ്പോൾ സൈസ് കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഫാൻറ്റയിൽ ഹെൽത്തി ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിവിടെ ഇരിക്കത്തുള്ളൂ ഗൈസ്. അയ്യോ മിക്കവാറും ഞാൻ തന്നെ കയറ്റി വെക്കേണ്ടി വരും. അതെല്ലാവരും കൂട്ടി കയറുന്നുണ്ട് മിക്കവരും. ഈ ഡാഡി മിക്കവാറും കയറ്റി വെച്ചില്ലെങ്കിൽ പൂച്ച കടിച്ചുകൊണ്ട് പോകും. നല്ല ഏജ് ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ ആദ്യം ഓർത്ത് അസുഖവും ആണോ എന്ന് ഓർത്ത് ഞാൻ വിമറാളും ഡിവാമും ഒക്കെ ചെയ്ത് നോക്കി. പക്ഷേ അതല്ല, പ്രായമായിട്ട് തന്നെയാണ് പ്രശ്നം. തൂവല ഒരുമാതിരിയൊക്കെ വല്ലാതായി, മൊത്തം ഏജായി. പറക്കാൻ ശേഷി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്രാവിൻ്റെ കാര്യം പോക്കാം. പിന്നെ ഞാൻ എന്നിട്ടും തുറന്നു വിടുന്നുണ്ട്, ഫ്രീഡമൊക്കെ കൊടുത്ത്. ഇത് കൂട്ടിക്കറയാനുള്ള ശ്രമമാണ് ഗൈസ്. ഇത് മുട്ടയിട്ടിട്ടുണ്ടെന്ന് തോന്നി. ഇതും ഫീമെയിലാണ് ഗൈസ്. ഇതാണ് ഫാൻറ്റയിലും മുഖിയും കൂടെ പെയറായി നിൽക്കുവാണ് ഗൈസ്. അത് ഞാൻ തൊടാൻ ചെല്ലുക, മുട്ടയിട്ടിരിക്കുക. അയ്യോ ഒരു മുട്ടയേ ഉള്ളൂ. പ്രാവെന്ന് പറഞ്ഞാൽ ഒരു മുട്ടയേ ഉള്ളൂ ഗൈസ്. ഇതെന്ത് ചെയ്താൽ ഇനി കണ്ടോ ഗൈസ്, ഇനി ഡാഡി അങ്ങോട്ട് കൊണ്ടുവെക്കാം നമുക്ക്. മിക്കവാറും കണ്ടോ എന്തെങ്കിലുമൊക്കെ നടക്കും. ഡാഡി വെക്കുമ്പോൾ ഡാഡി മോളുടെ അടുക്കിലോട്ടാണ് കൊണ്ടുപോകുന്നത്. മോള് മുട്ടയിട്ടിരിക്കുക. മോള് മിക്കവാറും ഡാഡിയെ അടിച്ച് പറിക്കുമെന്ന് തോന്നുന്നു. മോള് കൊത്തി ഡാഡി എന്നിട്ട് അവൻ തലയിട്ട് കയറുന്നു. ആണ്ട് എന്ത് ചെയ്താൽ കയറ്റത്തില്ല അതിനകത്തോട്ട് ഡാഡിയുടെ ഫീമെയിൽ. കാരണം അത് പ്രായമായി, ഏജായി. അതിനെ ഇപ്പം തള്ളിക്കളയുവാണ് ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല. സാൻഡിൽ പ്രാവ് അടുത്ത വേറെ ഒപ്പിക്കാൻ നോക്കുക.
ഭയങ്കര കഷ്ടത്തിലാണ് ഗൈസ്. അയ്യോ അവിടെ നോക്കുന്നു തന്നെ. അയ്യോ ഫാൻ്റെ ഇങ്ങനെ നോക്കുവാണ് ഞാൻ മുട്ട എടുക്കാൻ വന്നതാണോ. അയ്യോ വല്ലാത്ത രീതിയിൽ നോക്കുന്നു ഗൈസ്. തീറ്റ എത്ര കൊടുത്താലും പ്രാവിൻ്റെ മുട്ടയെ തൊടാൻ ചെന്നാൽ പ്രാവ് കൊത്തും. അതുകൊണ്ട് കലിപ്പ് നിൽക്കുമോ ഫാൻ്റെ. അയ്യോ എനിക്ക് തൊഴണമെന്ന് ആഗ്രഹമുണ്ട്. അയ്യോ ഫാൻ്റെ നല്ല ഹെവി ഫാൻ്റെ കണ്ടോ, കലിപ്പ കണ്ടോ, സൗണ്ട് ഉണ്ടാക്കിക്കോട്ട് വരുന്നു. ഞാൻ ഇങ്ങനെ കൈ വെച്ച് നോക്കിയപ്പോൾ ആണ്ട് കൈസ് കൊത്തുമ്പോൾ നല്ല വേദനയുണ്ട് ഗൈസ്. ആഞ്ഞാ കൊത്തുന്നു. അയ്യോ ഫാൻ്റെ ഇച്ചിരി ആരോഗ്യം കൂടുതലാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. കൈക്കൊക്കെ എനിക്ക് തോന്നി കുറച്ചുകൂടെ വെച്ച് കൊടുത്താൽ തൊലി ചെറുതായിട്ട് പോകാനുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള കിളികളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കട്ടി കുറവാണ് ചുണ്ടിന്. എന്നാലും ചില സിറ്റുവേഷനിൽ നമ്മുടെ തൊലി പോകാൻ ചാൻസ് ഉണ്ട് ചില പ്രാവ്. ആണ് മുഖിയുടെ അടുത്തും കൊണ്ടുവെക്കണം. അയ്യോ ഫാൻറ്റേലിനെ ചുമ്മാ ഇങ്ങനെ ചൊറിയുകയാണ് ഞാൻ. അയ്യോ കലിപ്പ് തീരുന്നില്ല. ആണ് ഫീമെയിൽ മുഖി. അയ്യോ മുട്ടയെടുക്കാൻ വന്നതാണോ എന്നായിരിക്കും. അയ്യോ നോക്കുന്നു വല്ലാത്ത നോട്ടമൊക്കെ നോക്കും. ഫീമെയിലിനെ കൂടെ അങ്ങ് തൊട്ട് നോക്കാം, കൊത്തുമോന്ന് നോക്കാം. മിക്കവാറും കൊത്തും. ഓ ഇത് വലിയ കട്ടിക്കൊന്നുമല്ല കൊത്തുന്നു, ചെറിയ രീതിയിൽ കൊത്തുന്നു. ഫാൻ്റെ ഇച്ചിരി കട്ടിക്കോടെ കൊത്തുന്നു. കിളി എടുക്കട്ടെ. കിളി ഉണ്ടോ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അടുത്ത വീഡിയോ എല്ലാ പ്രാവിനെയും കൂടെ ഞാൻ കാണിക്കാം ഗൈസ്.